Hello, guys. Welcome back to our channel, Life in Motion Studio. എപ്പോഴെങ്കിലും രാത്രിയിൽ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മുഖം കണ്ട പോലെ തോന്നിയിട്ടുണ്ടോ? ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മളൊന്ന് ഞെട്ടും, അല്ലേ? പിന്നെ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു പേടി അതവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഇല്ലാത്ത മുഖങ്ങളെ ഇരുട്ടത്ത് കാണിച്ചു തരുന്നത്? സാധാരണയായിട്ട് എല്ലാവർക്കും തോന്നുന്ന എന്നാൽ അല്പം വിചിത്രമായ ഈ ഒരു അനുഭവത്തിന് പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇരുട്ടിൽ ഇങ്ങനെ മുഖങ്ങൾ കാണുന്നത്? ചിലപ്പോൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴാവാം, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴാവാം. നമ്മുടെ തലച്ചോറ് എന്തിനാവും ഇങ്ങനെ ഇല്ലാത്ത രൂപങ്ങളെയൊക്കെ ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കുന്നത്? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് ഒട്ടുമിക്ക മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ അനുഭവം മാത്രമാണ്. നല്ല സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, കസേരയിൽ ചുമ്മാ തൂക്കിയിട്ടൊരു കോട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ തോന്നും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ചുമരിലെ നിഴൽ നമ്മളെ തന്നെ തുറിച്ചു നോക്കുന്ന പോലൊരു ഫീൽ വരും. ഇതൊന്നും വെറും തോന്നലല്ല കേട്ടോ. നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയുമായി ഇതിന് നല്ല നേരിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോ ഇതിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിന് മുഖങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. ഒരുതരം അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈയൊരു ആസക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ് ഡിറ്റക്ടർ പോലെയാണ്. അതെപ്പോഴും മുഖങ്ങൾക്കായി തിരഞ്ഞുകൊണ്ടിരിക്കും. എവിടെയൊക്കെയാണെന്നോ? ആകാശത്തെ മേഘങ്ങളിൽ, മരത്തിന്റെ തുലിയിൽ, എന്തിന് നമ്മൾ ചായ കുടിച്ച കപ്പിലെ കറയിൽ പോലും ചിലപ്പോൾ ഒരു മുഖം കണ്ടെന്നു വരും. നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഈയൊരു പ്രതിഭാസത്തിന് ശാസ്ത്രീയമായൊരു പേരുണ്ട്, പാരഡോലിയ. അതായത് പ്രത്യേകിച്ചൊരു രൂപവുമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പരിചയമുള്ള രൂപങ്ങൾ, പ്രത്യേകിച്ചും മുഖങ്ങൾ, കണ്ടെത്താനുള്ള തലച്ചോറിന്റെ ഒരു ടെൻഡൻസി. വെളിച്ചം കുറയുമ്പോഴോ ഇരുട്ടത്തോ ആകുമ്പോൾ ഈയൊരു ശീലം കുറച്ചുകൂടി സ്ട്രോങ് ആകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇരുട്ടിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നല്ലേ? സംഭവം സിമ്പിളാണ്. 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇരുട്ടാകുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കറക്റ്റ് ഡേറ്റ കിട്ടില്ല. അതായത് കാണുന്ന കാഴ്ച കംപ്ലീറ്റ് ആവില്ല. രണ്ടാമതായി, ഇങ്ങനെ പകുതി മാത്രം വിവരം കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറ് ബാക്കിയുള്ള ഭാഗം സ്വയം ഊഹിച്ച് പൂരിപ്പിക്കാൻ തുടങ്ങും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നോക്കും. മൂന്നാമതായി, ഈ വിടവ് നികത്താൻ നമ്മുടെ തലച്ചോറ് എന്തുപയോഗിക്കും? അതിനേറ്റവും കൂടുതൽ പരിചയമുള്ള പാറ്റേൺ, അതെ, ഒരു മനുഷ്യന്റെ മുഖം. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചെയ്യുന്നത്? വെറുതെ നമ്മളെ പേടിപ്പിക്കാനാണോ? അല്ല. ഇതിനുള്ള ഉത്തരം കിടക്കുന്നത് നമ്മുടെയെല്ലാം പൂർവികരുടെ അതിജീവനത്തിന്റെ കഥകളിലാണ്. ഇതൊരു ഒരു പുരാതനമായ അലാറം സിസ്റ്റമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലം. രാത്രിയിൽ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങളൊക്കെയായിരുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു നിഴലിൽ ഒരു മുഖം കണ്ടെന്ന് തോന്നിയാൽ അത് ശരിക്കും ഒരു മൃഗമല്ലെങ്കിൽ പോലും ഒന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടുന്നത് നല്ലതല്ലേ? ജീവൻ രക്ഷപ്പെടുവല്ലോ. ഒരു ഫോൾസ് അലാറം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ഇന്ന് കാലം മാറി. നമുക്കങ്ങനെയുള്ള പേടികളൊന്നുമില്ല. പക്ഷേ നമ്മുടെ തലച്ചോറിലെ ആ പഴയ അലാറം സിസ്റ്റം ഇപ്പോഴും ഓണായി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്തൊരു മുഖം കണ്ടാൽ അത് നിങ്ങളുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ടായിട്ടാണെന്ന് വിചാരിക്കരുത്. ഒരിക്കലുമല്ല. അത് നമ്മുടെയെല്ലാം പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്, ഒരു സർവൈവൽ മെക്കാനിസം. ഓക്കെ, അപ്പോ ആ പഴയ സിസ്റ്റം ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ ലോകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്? നോക്കാം. ഇരുട്ടിൽ കാണുന്ന ആ രൂപം, അത് ചെറുതായിട്ട് അനങ്ങുന്ന പോലെ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതും നമ്മുടെ തലച്ചോറിന്റെ തന്നെ ഒരു കളിയാണ്. ഇതിനൊരു പേരുണ്ട്, മൈക്രോ മോഷൻ പെർസെപ്ഷൻ. എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാ, ആ കാണുന്ന നിഴലിന് ജീവനുണ്ടോ, അതൊരു അപകടകാരിയാണോ എന്നൊക്കെ നമ്മുടെ തലച്ചോറ് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുകയാണ്. ആ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് അത് ചെറിയ ചലനങ്ങൾ നമ്മുടെ ഭാവനയിലങ്ങ് ഉണ്ടാക്കും. അതായത് നിങ്ങൾ വെറുതെ ചലനം സങ്കല്പിക്കുകയല്ല, നിങ്ങളുടെ തലച്ചോറ് തന്നെ അതൊരു പരീക്ഷണമായിട്ട് നടത്തുകയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്. അതായത് നമ്മുടെ വൈകാരികാവസ്ഥ ഈയൊരു തോന്നലിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ നല്ല സ്ട്രെസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ പേടിച്ചിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ, ഈ അവസ്ഥകളിലെല്ലാം നമ്മുടെ തലച്ചോറ് ഒരു ഹൈ അലേർട്ട് മോഡിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിഴലുകളിൽ മുഖങ്ങൾ കാണാനുള്ള സാധ്യതയും കൂടും. ഇത് ഓർത്തുവെക്കാൻ എളുപ്പമുള്ളൊരു ഫോർമുല പോലെയാണ്.
നമ്മുടെ ഇമോഷൻസ് പ്ലസ് ഇരുട്ട് ഇസ് ഈക്വൽ ടു ഇല്യൂഷൻ, അതായത് മിഥ്യാധാരണ. നമ്മുടെ മനസ്സ് കൂടുതൽ അലേർട്ടായിരിക്കുമ്പോൾ ചുറ്റുമുള്ള നിഴലുകൾക്കൊക്കെ ജീവൻ വെക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. അത്രയേ ഉള്ളൂ. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ എല്ലാം അവസാനത്തെ സത്യമെന്താണ്? നിങ്ങൾ ഇരുട്ടിൽ കാണുന്നത് ശരിക്കും എന്താണ്? അപ്പോ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾ ആ ഇരുണ്ട മുറിയുടെ മൂലയ്ക്ക് കാണുന്ന ആ മുഖം, അത് യഥാർത്ഥത്തിൽ അവിടെയുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. ഇല്ല, ആ മുഖം റിയലല്ല. അത് ചിലപ്പോ വെറുമൊരു നിഴലായിരിക്കാം, കസേരയിലിട്ടൊരു തുണിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപം മാത്രമായിരിക്കാം. പക്ഷേ ആ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ പേടിയില്ലേ, അത് 100% റിയലാണ്. കാരണം അത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിജീവനത്തിനായുള്ള ഒരു പുരാതനമായ ഇൻസ്റ്റിങ്ക്റ്റിന്റെ, ഒരു സഹജവാസനയുടെ പ്രതിഫലനമാണ്.